നിന്റെ ഈ കൈരേഖ എന്നെ നയിക്കുന്നത് കാലഘഷ്ടിലേക്കാണ് മോനെ. മഹിഷ്മതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സിദ്ധരുടെ നഗരത്തിലേക്ക്. പണ്ട് മഹിഷ്മതി എന്ന രാജകുടുംബങ്ങൾ ആരോഗ്യകാര്യത്തിൽ ഏറെ മുൻപന്തിയിലായിരുന്നു. ഈ ആരോഗ്യ രഹസ്യത്തിന്റെ കൂട്ട് ഇവിടുത്തെ പ്രജകൾക്കും അവകാശപ്പെട്ടതല്ലേ എന്ന കർണന്റെ ഒരു ചോദ്യം അവനെ എത്തിച്ചത് കാലഗസ്തിയുടെ ഇരുട്ടിലേക്കാണ്. ഈ പാചക കൂട്ടിനേക്കാളും മൂല്യമുള്ള ഒന്ന് കർണൻ എന്ന് സമർപ്പിക്കുന്നുവോ അന്ന് മാത്രമാവും അവന് മഹിഷമതിയിലേക്ക് പ്രവേശനമെന്നും രാജാവ് വിധിയെഴുതി. ഈ സമസ്യ മറികടക്കാൻ ത്രിമൂർത്തികളോടായി സഹായം അഭ്യർത്ഥിച്ച കർണന് മഹാദേവൻ അന്നപൂർണയുടെ അദൃശ്യമായ വൈരമോതിരം നൽകി. എന്നാൽ ആ വരത്തിലൂടെ തന്റെ പരാജയം മുന്നിൽ കണ്ട രാജാവ് മറ്റൊരു കൽപ്പന കൂടി നൽകി. രാജാ കൊട്ടാരത്തിൽ നീ ജീവിക്കുന്ന എല്ലാം ആഡംബരങ്ങളും ഉപേക്ഷിച്ച് സാധാ മനുഷ്യനായി വേണം അവൻ ഈ കർമ്മത്തിലേർപ്പെടാം. ഇതാണ് മോനെ നീ അറിഞ്ഞിരിക്കേണ്ട നിന്റെ പൂർവജന്മകഥ. നാടിയിൽ നിന്നും തന്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കിയ കർണൻ അവന് ജന്മനാലപ്പിച്ച വൈരമോതിരത്തിലേക്ക് ഒന്ന് ഞെട്ടലോടെയാണ് നോക്കിയത്. പെട്ടെന്ന് അതിൽ നിന്നും നാളിതുവരെ കാണാത്ത ഒരു പ്രകാശം രൂപപ്പെട്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, തനിക്ക് ലഭിച്ചിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായൊരു വരമാണ്. മറ്റൊന്നും ആലോചിക്കാതെ തന്നെ അവനൊരു തീരുമാനവും എടുത്തു. കേട്ടതെല്ലാം സത്യമാണെങ്കിൽ തനിക്ക് ആ പാചകക്കൂട്ടിനോളം ശുദ്ധമായ ഒന്ന് നിർമ്മിക്കാനുള്ള വരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ഉപയോഗപ്പെടേണ്ടത് രാജകുടുംബങ്ങൾക്കല്ല, ഈ ഭൂമിയിൽ ഓരോ ദിവസവും അശുദ്ധി ഭക്ഷിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന സാധു മനുഷ്യർക്കാണ്. കർണന്റെ അന്നത്തെ തീരുമാനം സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതീക്ഷയുടെയും പരിശുദ്ധിയുടെയും ഒരു വാതിൽ തന്നെ തുറന്നുകൊടുത്തു. Aditi Foods, from our family to your kitchen.